വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് വികസന സംവാദ സദസ്സ് ഇന്ന് നടക്കും. തൃശൂർ ജില്ലയിലെ മണലൂർ, ഏങ്ങണ്ടിയൂർ, ഗുരുവായൂർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് കലുങ്ക് സംവാദ സദസ്സുകൾ നടക്കുക. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, നേരത്തെ ഈ സംവാദ സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ, വിവാദങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടികൾ ഏത് തരത്തിലാണ്? പാർട്ടിക്കകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ അനുകൂലിച്ചും എതിർത്തുമൊക്കെയുള്ള ചർച്ചകൾ കോർ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായതാണ്. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ് സൂരജ്? ടി.കെ. സുരേഷ് ഗോപിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൂടുതൽ ആളുകൾ എത്തുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് ഈ കലിങ്ക് പരിപാടി വീണ്ടും തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നത്. ഇന്ന് 3 ഇടങ്ങളിലാണ് പ്രധാനമായും ഈ കലിങ്ക് സൗഹൃദ സംവാദമുള്ളത്. ആദ്യ പരിപാടി നടക്കുന്നത് മണലൂരിലാണ്. അതിന് പിന്നാലെ ഗുരുവായൂർ അടക്കമുള്ള സ്ഥലങ്ങളിലും ഇന്ന് കലിങ്ക് സൗഹൃദ സംവാദ പരിപാടി നടക്കുകയും ചെയ്യും. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ഈ സൗഹാർദ്ദ വേദികളിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നു. പക്ഷെ അത് സംരക്ഷിക്കുന്നതിൽ പാർട്ടി പിന്നോട്ട് പോകുന്ന തരത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ വലിയ വിമർശനം ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയെ സംരക്ഷിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന കലിങ്ക് പരിപാടികൾ വിവാദത്തിലേക്ക് പോയിരുന്നു. അതിൽ ഒരു വയോധികൻ നിവേദനമായി എത്തിയപ്പോൾ നിവേദനം നിരസിച്ചതും, അതോടൊപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപക ഈ ബാങ്കിലെ ലോണിനെ കുറിച്ച്, താൻ അടച്ച നിക്ഷേപത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി അതിന് നൽകിയ മറുപടിയും എല്ലാം വിവാദത്തിലേക്ക് പോയിരുന്നു. ഇതിന് പിന്നാലെ നടക്കുന്ന പരിപാടിയും കോൺഗ്രസും BJPയും ആകട്ടെ ഏറെ ശ്രദ്ധാപൂർവമാണ് നിരീക്ഷിക്കുന്നത്. ടി.കെ. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.